അല്ല, ഒന്നാമതായി പാർട്ടി അത്തരമൊരു ചർച്ചയിലേക്കൊന്നും കടന്നിട്ടില്ല. നിങ്ങൾ മാധ്യമങ്ങൾ വരുന്ന പേരുകളാണ് പ്രധാനമായിട്ടുള്ളത്. മാധ്യമങ്ങൾ ഉയർന്ന പേരുകൾ കേട്ട് എന്തെങ്കിലും കിനാവ് കാണുകയോ അല്ലെങ്കിൽ ഇനി മാധ്യമങ്ങൾ പറഞ്ഞിട്ട് പാർട്ടി തീരുമാനിച്ചില്ലെന്ന് കരുതി എന്തെങ്കിലും നിരാശപ്പെടുകയോ ചെയ്യുന്നവരല്ല ഞങ്ങൾ. പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. പാർട്ടി കുറേ ഘടകങ്ങൾ പരിശോധിക്കണം. നിങ്ങൾക്കറിയാം, വളരെ കുറഞ്ഞ സീറ്റുകളാണ് ഞങ്ങൾക്കുള്ളൂ. ഞങ്ങളിൽ ചെറുപ്പക്കാരെ പരിഗണിക്കണം, വനിതകളെ പരിഗണിക്കണം. ഞങ്ങളെ സംബന്ധിച്ച് സീനിയർ നേതാക്കന്മാരുണ്ടാകേണ്ടതുണ്ട്. അപ്പോൾ എല്ലാവരും ഉള്ള ഒരു കോംബോ ആണ് ഈ പാർട്ടിയുടെ ഈ നിയമസഭാ സ്ഥാനാർത്ഥികൾ എന്ന് പറയുന്നത്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം യുവാക്കൾക്ക് വലിയ തരത്തിലുള്ള പ്രാധാന്യം നൽകും. തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൊക്കെ ധാരാളം വന്നിരുന്നു. അപ്പോൾ ഇനി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ MSFന്റെ ഭാഗത്തു നിന്ന് സ്ഥാനാർത്ഥികൾ ഉണ്ടാകും. ആ തരത്തിലുള്ള ഏതെങ്കിലും ചർച്ചകൾ? അല്ല, ഞങ്ങൾ നേരത്തെ പറഞ്ഞത് പാർട്ടിയാണ് അത് തീരുമാനിക്കേണ്ടത്. ഇപ്പോൾ MSFനെ സംബന്ധിച്ച് ഞങ്ങളൊരു സീറ്റ് ചോദിക്കാൻ അങ്ങനെ യോഗം കൂടി തീരുമാനിച്ച് സീറ്റ് ചോദിക്കണം എന്ന അങ്ങനെ അവകാശവാദം ഞങ്ങൾ ഉന്നയിച്ചിട്ടില്ല. കാരണം അത് മറ്റൊന്നും കൊണ്ടല്ല, MSF അങ്ങനെ സീറ്റ് ചോദിക്കേണ്ട ഒരു സംഘടനയല്ല എന്നാണ് ഞങ്ങൾ. MSFന് അങ്ങനെ ഒരു മത്സരിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടോ? അല്ല, അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. അത് ഞങ്ങൾ വ്യക്തിപരമായി അങ്ങനെ ഒരു താല്പര്യത്തെയോ സംഘടനാപരമായി അങ്ങനെ താല്പര്യത്തെയോ ഒരു ഘട്ടത്തിലും പാർട്ടി നേതൃത്വത്തിന് മുമ്പിൽ പ്രകടിപ്പിക്കുന്നില്ല, പ്രകടിപ്പിക്കാൻ പാടില്ല. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം? അപ്പോൾ മറ്റു പല വിദ്യാർത്ഥി സംഘടനകളൊക്കെ മത്സരരംഗത്തേക്ക് വരാനുള്ള സാധ്യതയൊക്കെ പറയുന്നുണ്ട്. MSF അങ്ങനെ വരണ്ടെന്നൊരു തീരുമാനത്തിലേക്ക് എടുക്കും. വരണ്ട എന്നുള്ളതല്ല, അങ്ങനെ പാർട്ടിയുടെ അടുത്ത് എന്നൊരു സീറ്റ് ആവശ്യപ്പെടേണ്ട എന്നാണ് ഞങ്ങൾ തീരുമാനിച്ചത്. അതിന്റെ കാരണം എന്താ വെച്ചാൽ MSFന്റെ ഇന്നലെ ഞങ്ങളുടെ നേതൃത്വം കൊടുത്ത നേതാക്കന്മാർ അങ്ങനെ ഒരു മാതൃക ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ല. അങ്ങനെ മാതൃക ഞങ്ങൾക്ക് കാണിച്ചു തന്നില്ല. പിന്നെ കാലങ്ങളിൽ മാറ്റങ്ങൾ അനിവാര്യമല്ലേ? അല്ല, മാറ്റങ്ങളെക്കുറിച്ചൊക്കെ പാർട്ടി ആലോചിക്കട്ടെ. ഞങ്ങൾ പറയുന്ന MSF യോഗം കൂടിയിട്ട് നിങ്ങൾ നേരത്തെ പറഞ്ഞ മറ്റ് വിദ്യാർത്ഥി സംഘടനകൾ, യുവജന സംഘടനകൾ, വനിതാ സംഘടനകളൊക്കെ സീറ്റ് ആവശ്യപ്പെടുന്ന പോലെ അങ്ങനെ സീറ്റ് ആവശ്യപ്പെട്ട് നേതാക്കന്മാരുടെ അടുത്തേക്ക് ചെന്ന് സീറ്റ് വാങ്ങിക്കേണ്ട ഒരു സംഘടനയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. കാരണം MSF എന്ന് പറയുന്നത് ഒരു വിദ്യാർത്ഥി കാലഘട്ടത്തെ രൂപപ്പെടുത്തുക എന്നുള്ളതാണ്, ഒരു വ്യക്തിത്വം രൂപപ്പെടുത്തേണ്ട, സംഘടനാപരമായി നമ്മൾ ബാലപാഠങ്ങൾ പഠിക്കേണ്ട ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായിട്ടാണ് ഞങ്ങൾ ഈ കാലഘട്ടത്തെ കാണുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾ നിയമസഭാ സീറ്റിന് അവകാശമുള്ളവരാണ്. നമ്മൾ അവകാശപ്പെടുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കത് അവകാശപ്പെട്ടതാണെന്നാണ് അതിൻ്റെ വാദം. അങ്ങനെ ഒരു അവകാശപ്പെടേണ്ട വാദം അവിടെ ഇല്ല. പാർട്ടി തീരുമാനിക്കേണ്ടതാണ്. പാർട്ടി മത്സരിക്കാൻ വേണ്ടി പറഞ്ഞാൽ MSFനകത്ത് നിങ്ങൾ നേരത്തെ പറഞ്ഞ പെൺകുട്ടികളും ആൺകുട്ടികളുമായി ഒരുപിടി ആളുകൾ അതിന് പാകപ്പെട്ടവരുണ്ട്. ഈ ചില മണ്ഡലങ്ങളിൽ നവാസിന്റെ അടക്കം പേരുകൾ ഉയർന്നു കേട്ടിരുന്നു. അങ്ങനെ പാർട്ടി ആവശ്യപ്പെടുകയാണ് മത്സരരംഗത്ത് ഉണ്ടാകും. പ്രത്യേകിച്ച് പാർട്ടിക്ക് തിരിച്ചു പിടിക്കേണ്ട മണ്ഡലങ്ങളിലൊക്കെയാണ് ധാരാളം പേര് കേട്ടിരുന്നത്. അങ്ങനെ ഏത് മണ്ഡലമാണെങ്കിലും അവിടെ മത്സരിക്കാൻ തയ്യാറാണ്. അല്ല, ഒന്നാമതായി പാർട്ടി അത്തരമൊരു ചർച്ചയിലേക്കൊന്നും കടന്നിട്ടില്ല. നിങ്ങൾ മാധ്യമങ്ങൾ വരുന്ന പേരുകളാണ് പ്രധാനമായിട്ടുള്ളത്. മാധ്യമങ്ങൾ ഉയർന്ന പേരുകൾ കേട്ട് എന്തെങ്കിലും കിനാവ് കാണുകയോ അല്ലെങ്കിൽ ഇനി മാധ്യമങ്ങൾ പറഞ്ഞിട്ട് പാർട്ടി തീരുമാനിച്ചില്ലെന്ന് കരുതി എന്തെങ്കിലും നിരാശപ്പെടുകയോ ചെയ്യുന്നവരല്ല ഞങ്ങൾ. പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. പാർട്ടി കുറേ ഘടകങ്ങൾ പരിശോധിക്കണം. നിങ്ങൾക്കറിയാം, വളരെ കുറഞ്ഞ സീറ്റുകളാണ് ഞങ്ങൾക്കുള്ളൂ. ഞങ്ങളിൽ ചെറുപ്പക്കാരെ പരിഗണിക്കണം, വനിതകളെ പരിഗണിക്കണം. ഞങ്ങളെ സംബന്ധിച്ച് സീനിയർ നേതാക്കന്മാരുണ്ടാകേണ്ടതുണ്ട്. അപ്പോൾ എല്ലാവരും ഉള്ള ഒരു കോംബോ ആണ് ഈ പാർട്ടിയുടെ ഈ നിയമസഭാ സ്ഥാനാർത്ഥികൾ എന്ന് പറയുന്നത്. അപ്പോൾ അത് പാർട്ടി അതിനനുസരിച്ച് പരിശോധിച്ച് തീരുമാനിക്കേണ്ടതാണ്. നിലവിൽ പാർട്ടി അതുമായി ബന്ധപ്പെട്ട ചർച്ചയും ആരംഭിച്ചിട്ടില്ല. സീറ്റ് വിഭജന ചർച്ച ഇന്നും നാളെയായി പൂർത്തീകരിക്കുന്നല്ലേ ഉള്ളൂ. പാർട്ടി ആവശ്യപ്പെട്ട മത്സരരംഗത്തുണ്ടോ? അല്ല, പാർട്ടി ആവശ്യപ്പെട്ടപ്പോഴാണ് MSFന്റെ പ്രസിഡന്റ്ഷിപ്പ് ആയത്. പാർട്ടി പറയുക എന്ന് പറഞ്ഞാൽ ഏത് ഡ്യൂട്ടി ഏറ്റെടുക്കാൻ നമ്മൾ തയ്യാറാണ്. അതിപ്പോൾ സംഘടനാപരമായാലും പാർലമെന്ററി പൊളിറ്റിക്സിലായാലും പാർട്ടി പറയും. ഒരു പാർട്ടി പ്രവർത്തകൻ നോർമൽ അങ്ങനെയാണ്. ആ ചോദ്യത്തിന് തന്നെ പ്രസക്തിയില്ല. പാർട്ടി പ്രവർത്തനം സംബന്ധിച്ച് പാർട്ടി പറയുന്നത് എന്തും കേൾക്കാൻ തയ്യാറായി നിൽക്കേണ്ട ആളുകളാണ്. ഏതായാലും ഈ 5 വർഷം ആത്മസംതൃപ്തിയോടെ കൂടി തന്നെയാണ് പടിയിറങ്ങുന്നത് അല്ലേ? 100% വളരെ ആത്മസംതൃപ്തിയോട് കൂടിയാണ്. നിങ്ങൾ പറഞ്ഞ പോലെ MSFന്റെ ഇന്നലകളുടെ ഞങ്ങളുടെ മുൻഗാമികൾ അവർ ഈ പതാകയെ ഏത് ഉയരത്തിൽ എത്തിച്ചിട്ടാണോ ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചത് അവിടെ നിന്ന് മുകളിലേക്ക് അത് ഉയർത്തിക്കൊണ്ടുപോകാൻ കഴിഞ്ഞു. പ്രത്യേകിച്ച് കേരളത്തിൽ 5 സർവകലാശാലയിൽ ഭരണപക്ഷത്തിരിക്കുന്ന ഒരു സംഘടനയായി ഞങ്ങൾക്ക് വളരാൻ വേണ്ടി കഴിഞ്ഞു. മെമ്പർഷിപ്പ് 6,36,632 മെമ്പർഷിപ്പുള്ളൊരു വലിയ സംഘടനയായി. ബാലകേരളത്തിൽ വലിയ മുന്നേറ്റമുണ്ടായി. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ MSFന്റെ പ്രതിനിധികൾ മത്സരിച്ച് ജയിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ അത്യപൂർവമായ നിമിഷങ്ങളുണ്ട്. പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജുകളിൽ ഇപ്പോൾ നമുക്കറിയാം, കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജ് അതിന്റെ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ MSF കാരനാണ്, ജനറൽ സെക്രട്ടറി ആരെന്ന് ചോദിച്ചാൽ MSF കാരനാണ്. അങ്ങനെ അഭിമാനമുള്ളൊരു കാലത്താണ് ഞങ്ങളുള്ളത്. ഏതായാലും വലിയ അഭിമാനത്തോടു കൂടി തന്നെയാണ് MSFൽ നിന്ന് നവാസ് പടിയിറങ്ങുന്നത്. അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇപ്പം സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ തരത്തിൽ ചർച്ചയാകുന്നുണ്ട്. പാർട്ടി ആവശ്യപ്പെട്ടാൽ അക്കാര്യം പരിഗണിക്കും. നിലവിൽ അത്തരത്തിലുള്ള ചർച്ചകൾ നടന്നില്ല എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ജംഷീർ കൊടിഞ്ഞി, മീഡിയ 1 മലപ്പുറം.